നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. SIR മുഴുവൻ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ബുധനാഴ്ച. ബീഹാർ മാതൃകയിൽ രാജ്യവ്യാപകമായി വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണ പ്രക്രിയ നടത്താനുള്ള നീക്കത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാരുടെ യോഗം വിളിച്ചു. സെപ്റ്റംബർ 10-നാണ് യോഗം. ഈ വർഷം ഫെബ്രുവരിയിൽ മുഖ്യ ഇലക്ഷൻ കമ്മീഷൻ ഗ്യാനേഷ് കുമാർ ചുമതലയേറ്റതിനു ശേഷം നടക്കുന്ന മൂന്നാമത്തെ സിഇഒമാരുടെ യോഗമാണിത്. രാജ്യത്തുടനീളം വോട്ടർ പട്ടികയുടെ SIR നടത്താനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമാണ് യോഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ബീഹാറിൽ നടത്തിയ തീവ്ര പരിശോധന വിവാദമായിരുന്നു. കമ്മീഷനെതിരെ വോട്ട് ചോരി ആരോപണം നിലനിൽക്കുന്ന സമയമാണ്. എല്ലാ സിഇഒമാരുടെ അവരുടെ സംസ്ഥാനങ്ങളിലെയും യൂട്ടികളിലെയും വോട്ടർമാരുടെ എണ്ണവും അവസാനത്തെ തീവ്ര പരിഷ്കരണത്തിന്റെ വിശദാംശങ്ങളും സംബന്ധിച്ച വിവരങ്ങൾ സെപ്റ്റംബർ 10-ലെ യോഗത്തിൽ അവതരിപ്പിക്കും. ജൂൺ 24-ന് പുറപ്പെടുവിച്ച ഉത്തരവിൽ രാജ്യമെമ്പാടും തീവ്ര പുനഃപരിശോധന നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നീട് ഇത് തെരഞ്ഞെടുപ്പിന് തൊട്ട് ബീഹാറിൽ തിരക്കിട്ട് നടപ്പാക്കി. 2026 ജനുവരി 1 യോഗ്യതാ തീയതിയായി കണക്കാക്കി SIR നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. OK വിനീഷ് സ്വീകരണം നൽകി. ഫെൻസിംഗ് അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട OK വിനീഷിന് സ്വീകരണം നൽകി. കണ്ണൂർ ചേംബർ ഹാളിൽ നടന്ന പരിപാടി സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, മേയർ മുസ്ലിം മടത്തീർ എന്നിവർ മുഖ്യാതിഥിയായി. KV സുമേഷ് MLA അധ്യക്ഷയായി. ഡെപ്യൂട്ടി മേയർ P ഇന്ദിര, PP പവിത്രൻ മാസ്റ്റർ, നിസാമുദ്ദീൻ, C അനിൽ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. OK വിനീഷ് സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചു. നിരവധി സംഘടനാ ഭാരവാഹികൾ അനുമോദിച്ചു. ഫെൻസിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TC ഷക്കീർ സ്വാഗതവും ജില്ലാ സെക്രട്ടറി M ജയകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച വിനീഷ് ഇപ്പോൾ അസോസിയേഷൻ ഫെൻസിംഗ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. പാകിസ്ഥാനിൽ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടവരെ രക്ഷിച്ചു കൊണ്ടുവന്ന ബോട്ട് മറിഞ്ഞു. 5 മരണം. കിഴക്കൻ പാകിസ്ഥാനിലെ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടവരെ രക്ഷിച്ചു കൊണ്ടുവരികയായിരുന്ന ബോട്ട് മറിഞ്ഞ് 5 പേർ മരിച്ചു. ലാഹോറിൽ നിന്നും 350 കിലോമീറ്റർ അകലെ മുൾട്ടാൻ ജില്ലയിലെ ജലാപൂർ പിലാവിൽ ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം. 70 വയസ്സുള്ള സ്ത്രീയും 4 കുട്ടികളും മരിച്ചതായി അധികൃതർ അറിയിച്ചു. ശക്തമായ ജലപ്രവാഹത്തിൽപ്പെട്ട് ബോട്ട് മറിയുകയായിരുന്നു. അപകട സമയത്ത് ഏകദേശം 30 പേർ ബോട്ടിലുണ്ടായിരുന്നുവെന്ന് പഞ്ചാബ് പ്രവിശ്യ ദുരന്ത നിവാരണ അതോറിറ്റി ഡയറക്ടർ ജനറൽ ഇൻഫാർ അലി കാത്തിയ പറഞ്ഞു. ബോട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവരെ രക്ഷിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. മരിച്ചവർക്ക് ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ടുണ്ട്. ബോട്ടിലുണ്ടായിരുന്ന എല്ലാവർക്കും ലൈഫ് ജാക്കറ്റുകൾ ലഭിക്കാത്തതിലും അന്വേഷണം നടത്തുമെന്ന് ഇർഫാൻ അലി കാത്തിയ പറഞ്ഞു. ഔദ്യോഗിക സ്വകാര്യ രക്ഷാ ബോട്ടുകളിൽ അമിതഭാരം കയറ്റരുതെന്നും ആവശ്യമായ ലൈഫ് ജാക്കറ്റുകൾ സജ്ജീകരിക്കണമെന്നും കാത്തിയ പറഞ്ഞു. പഞ്ചാബ് പ്രവിശ്യയിൽ ആഗസ്റ്റ് പകുതി മുതൽ കനത്ത മഴയാണ് ലഭിക്കുന്നത്. ഇതിന്റെ ഫലമായി എല്ലാ നദികളിലും അപകടനില കവിഞ്ഞാണ് ഒഴുകുന്നത്. പ്രവിശ്യയിൽ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 56-ആയി ഉയർന്നതായും 4 ദശലക്ഷം ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ടെന്നും കാത്തിയ പറഞ്ഞു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കനുസരിച്ച് ജൂൺ അവസാനം മുതൽ രാജ്യത്തുടനീളം മഴയിലും വെള്ളപ്പൊക്കത്തിലും ഇതുവരെ 907 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 1044 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ശ്രീനാരായണ ഗുരു ജയന്തി പ്രഭാഷണവും പുസ്തക പ്രദർശനവും. തേച്ചൂർ ഗാന്ധി സ്മാരക ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് ഗ്രന്ഥശാല ഹാളിൽ വെച്ച് ഗുരുദേവ കൃതികളുടെ പ്രദർശനവും മാനവിക ഏകത എന്ന വിഷയത്തിൽ പ്രഭാഷണവും സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ മുണ്ടേരി നേതൃസമിതി വൈസ് ചെയർമാൻ K രാജീവൻ മാസ്റ്റർ പ്രഭാഷണം നടത്തി. ഗ്രന്ഥശാല പ്രസിഡന്റ് K ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. PV രാജൻ, ചന്ദ്രൻ കാണിച്ചേരി, K സന്ദീപ് എന്നിവർ സംസാരിച്ചു. ചതയ ദിനാഘോഷം. കുമ്പം ശ്രീനാരായണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ ചതയ ദിനാഘോഷം നടത്തി. N അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും കൂടിക്കാഴ്ച നടത്തിയതിന്റെ 100-ാം വാർഷികം പ്രമാണിച്ച് മാനവിക ഏകത എന്ന വിഷയത്തെ ആധികരിച്ച് കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ C മനീഷ് മാസ്റ്റർ പ്രഭാഷണം നടത്തി. NK ചാന്ദിനി ടീച്ചർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. വായനശാല സെക്രട്ടറി M സോമൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് P രാഘവൻ അധ്യക്ഷത വഹിച്ചു. PK സതീശൻ നന്ദി പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ സർഗോത്സവം നടത്തി. കുബേരി ജവഹർ സ്മാരക ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ PV റീത്ത ഉദ്ഘാടനം ചെയ്തു.
ഗ്രന്ഥശാല പ്രസിഡന്റ് എം ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. KV സുരേഷ് ബാബു, CVK പണിക്കർ, K സുമേഷ്, KM കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ TP ശ്രീജ സമ്മാനദാനം നിർവഹിച്ചു. KV രാജീവൻ നന്ദി പ്രകാശിപ്പിച്ചു. വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പൂക്കള മത്സരം വിജയികൾ. കണ്ണൂർ APJ അബ്ദുൽ കലാം ലൈബ്രറി ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൂക്കള മത്സരത്തിൽ ഡോക്ടർ പ്രസാദ് സുരേന്ദ്രൻ, ഡോക്ടർ അനീറ്റ പ്രസാദ്, കൈലാഷ് സിവിൽ സ്റ്റേഷൻ കണ്ണൂർ ഒന്നാം സ്ഥാനവും, താവക്കര നെല്ലിയാട്ട് ഹൗസ് ദയാനന്ദൻ രണ്ടാം സ്ഥാനവും, മൂളിൽ ഹൗസ് NS തിയേറ്റർ മൂന്നാം സ്ഥാനവും നേടി. പ്രോത്സാഹന സമ്മാനങ്ങൾക്ക് രാജേന്ദ്രൻ ലക്ഷ്മി ഹൗസ് താവക്കര, രതി കണ്ടിക്കൽ ഹൗസ് വലിയ വളപ്പുകാവ്, രാമരാമം വലിയ വളപ്പുകാവ് റോഡ് എന്നിവരും അർഹരായി. സമ്മാനങ്ങൾ ഓണാഘോഷ സമാപന പരിപാടിയിൽ നൽകും. ഇന്ന് ചുവന്ന ചന്ദ്രനുദിക്കും. പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാകും. ആകാശവിസ്മയമായ പൂർണ്ണ ചന്ദ്രഗ്രഹണം ഞായറാഴ്ച രാജ്യത്ത് ദൂരദർശനിലല്ലാതെ നേരിട്ട് കാണാനാകും. സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവ നേർരേഖയിൽ വരുന്ന പ്രതിഭാസം ഇന്ത്യയിൽ എല്ലായിടത്തും ഇന്ന് ദൃശ്യമാകും. ഞായർ രാത്രി ഏകദേശം 9:57 ആരംഭിക്കുന്ന ഭാഗിക ചന്ദ്രഗ്രഹണം 11 പൂർണ്ണഗ്രഹണമാകും. 1:25 ഗ്രഹണം പൂർണ്ണമായി അവസാനിക്കും. ഈ സമയത്ത് ചന്ദ്രൻ ചുവപ്പോ ഓറഞ്ചോ നിറത്തിലാകും ദൃശ്യമാവുക. സൂര്യനിൽ നിന്നുമുള്ള പ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഭൂമിയിലെ തരംഗദൈർഘ്യം കുറഞ്ഞ നിറങ്ങൾ മായുകയും തരംഗദൈർഘ്യം കൂടുതലുള്ള ഓറഞ്ച് ചുവപ്പ് നിറങ്ങൾ ചന്ദ്രനിൽ പതിക്കുകയും ചെയ്യുന്നതാണ് കാരണം. 2028 ഡിസംബർ 31 ഇനി ഇന്ത്യയിൽ പൂർണ്ണ ചന്ദ്രഗ്രഹണം കാണാനാവുക. എന്താണ് ബ്ലഡ് മൂൺ? പൂർണ്ണ ചന്ദ്രഗ്രഹണം സമയത്ത് മാത്രം കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ബ്ലഡ് മൂൺ. സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശത്തെ മറിച്ച് ചന്ദ്രനിൽ നിഴൽ വീഴ്ത്തുന്നതാണല്ലോ ചന്ദ്രഗ്രഹണം. എന്നാൽ ഭൂമിയിൽ തട്ടാതെ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന തരംഗദൈർഘ്യം കൂടിയ ചുവപ്പ് കിരണങ്ങൾ അന്തരീക്ഷത്തിൽ വെച്ച് അപവർത്തനത്തിന് വിധേയമാവുകയും അവ വളഞ്ഞു ചന്ദ്രനിൽ പതിക്കുകയും ചെയ്യും. അപ്പോൾ നിഴലിൽ നിൽക്കുന്ന ചന്ദ്രൻ ചുവപ്പ് നിറത്തിലോ ചെമ്പ് നിറത്തിലോ കാണപ്പെടും. ഇതാണ് ബ്ലഡ് മൂൺ. മമ്മൂട്ടിക്ക് ആശംസ നേർന്ന മുഖ്യമന്ത്രി. മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് ജന്മദിനാശംസകൾ നേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭാവാത്മകമായ അഭിനയാവിഷ്കരണങ്ങളിലൂടെ നമ്മളെ ആക്കി ആവേശം കൊള്ളിക്കുന്ന സ്വർഗ പ്രതിഭയാണ് മമ്മൂട്ടിയെന്ന് പിണറായി വിജയൻ പറഞ്ഞു. വൈവിധ്യമാർന്ന അനേകം കഥാപാത്രങ്ങളെ ഇനിയും അവതരിപ്പിക്കാനും അതുവഴി ചലച്ചിത്ര ലോകത്തെ മുന്നോട്ട് നയിക്കാനും അദ്ദേഹത്തിന് സാധിക്കട്ടെന്ന് ആശംസിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മമ്മൂട്ടിക്ക് ആശംസ നേർന്നു. അഭിനയത്തിന്റെ സൂക്ഷ്മതയും ജാഗ്രതയും കൊണ്ട് നമുക്ക് ചുറ്റിലും ജീവിക്കുന്ന എത്രയെത്ര മനുഷ്യഭാവങ്ങളെയാണ് അദ്ദേഹം അനശ്വരമാക്കിയത്. നിരന്തരം പുതുക്കലിന് വിധേയമാക്കുന്ന മമ്മൂട്ടിയുടെ അഭിനയ പാടവം കലാലോകത്ത് മലയാളത്തിന്റെ യശസ്സിനെ ഇനിയും ഉയരങ്ങൾ എത്തിക്കട്ടെ. പകരം വെക്കാനില്ലാത്ത അഭിനയ വൈഭവത്തിന് മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നുവെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഇത്തവണ ചെന്നൈയിലെ വീട്ടിൽ കുടുംബങ്ങളോടൊത്ത് ലളിതമായാണ് മെഗാസ്റ്റാറിന്റെ പിറന്നാൾ ആഘോഷം. സമൂഹ മാധ്യമങ്ങളിൽ ആയിരങ്ങൾ ഇതിനകം അദ്ദേഹത്തെ ആശംസ അറിയിച്ചു. പിറന്നാൾ ആശംസ നേർന്ന എല്ലാവർക്കും മമ്മൂട്ടി നന്ദി പറഞ്ഞു. എല്ലാവർക്കും സ്നേഹവും നന്ദിയും സർവശക്തനും എന്നാണ് മമ്മൂട്ടി കുറിച്ചത്. പൂർണ്ണ ആരോഗ്യവനായി വീണ്ടും സിനിമയിൽ സജീവമാകാൻ പോകുന്ന ഘട്ടത്തിൽ താരത്തിന്റെ 74ാം പിറന്നാളിന് മധുരമേറുകയാണ്. ഈ ജന്മദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു യശ്യവേറിയമ അല്ല, നലയശ്യവേറമ്യ എന്നാണ്. ഒരു പോരാട്ടത്തിൽ വിജയം നേടിയ ശേഷമുള്ള ആദ്യ ജന്മദിനം എന്നാണ് ജോൺ ബ്രിട്ടാസ് MP കുറിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ ആയിരങ്ങൾ ഇതിനകം മെഗാസ്റ്റാറിന് ആശംസ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.